ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിവിധങ്ങളായ സ്ഥലങ്ങളിരുന്നു കൊണ്ട് ശാലോം വിഷൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് ദൈവവചനം ശ്രവിക്കാൻ കാത്തു നിൽക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ പരിപാലനം. യെശയ്യായുടെ പുസ്തകം 13-ാം അധ്യായം 21-ാം തിരുവാക്യം. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാകും വിധം പകൽ വഴി കാട്ടാൻ ഒരു മേഘസ്തംഭവും രാത്രി പ്രകാശം നൽകാൻ അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. പകൽ യാത്ര ചെയ്യാൻ വഴി കാട്ടാൻ മേഘസ്തംഭവും രാത്രി പ്രകാശം നൽകാൻ അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയെ സുഗമമാക്കി തീർക്കുവാൻ ധാരാളം സഹയാത്രികൾ ഉണ്ടായിരിക്കാം. ജീവിതം ഒരു യാത്രയാണെങ്കിൽ ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കൊരു യാത്ര, തിന്മയിൽ നിന്ന് നന്മയിലേക്കൊരു യാത്ര, അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്കൊരു യാത്ര, ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പത്തിലേക്കൊരു യാത്ര, അനാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്കൊരു യാത്ര, നിരീശ്വരവാദത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കൊരു യാത്ര. ജീവിതം ഒരു യാത്രയാണ് പ്രിയപ്പെട്ടവരെ. ഈ ജീവിതമാകുന്ന യാത്രയിൽ പകൽ സമയങ്ങളിൽ വഴി കാണിക്കാൻ ഒരു വ്യക്തി, രാത്രികാലങ്ങളിൽ പ്രകാശം കാണിക്കാനായിട്ട് ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിൽ ആ ജീവിതം സുനിശ്ചയമായും ലക്ഷ്യത്തിലെത്തിച്ചേരും. ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, തൻ്റെ കൃഷ്ണമണി പോലെ സ്നേഹിച്ച ഇസ്രായേൽ ജനത്തോട് ദൈവം കാണിച്ച കരുണയാണ്, ദൈവം കാണിച്ച സ്നേഹമാണ് ഈ പറയുന്നത്. പകൽ സമയത്ത് യാത്ര ചെയ്യാൻ ഒരു മേഘസ്തംഭത്തിൽ കടന്നു വന്ന് അവിടെ ജീവിതത്തിൽ തണൽ വിരിച്ച് ക്ഷീണമറിയാതെ മുന്നോട്ട് പോകുവാൻ പ്രഭാതങ്ങളിൽ മേഘസ്തംഭത്തിൽ പ്രത്യക്ഷനാകുകയും ഇനി എവിടേക്ക് പോകണമെന്ന് അറിയാതെ വേദനിക്കുന്ന സമയത്ത്, ദിശയറിയാതെ അലയുന്ന സമയത്ത് ദീപസ്തംഭമായി പ്രകാശം നൽകിക്കൊണ്ട് പ്രകാശത്തിന്റെ വഴിയിലൂടെ നയിക്കാൻ ഇതാ ദൈവമായ കർത്താവ് മുന്നിലൂടെ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സംരക്ഷണം കൃത്യമായി അനുഭവിച്ച ഒരു ജനതയാണ് ഇസ്രായേൽ ജനത. ഇന്ന് ഈ വിഷന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധയോടുകൂടി വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ യേശു വഴി കാണിക്കാനായി കാത്തു നിൽക്കുന്നുണ്ട്. പിതാവായ ദൈവം പ്രകാശമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണത്? തിന്മകളിൽ അകപ്പെടാതെ ശരിയായ പാതയിലൂടെ കടന്നു പോകുവാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവരെ, 139-ാം സങ്കീർത്തനം 5-ാം തിരുവാക്യത്തിൽ നാം വായിക്കുന്നു: മുൻപിലും പിൻപിലും അവിടുന്ന് നിനക്ക് സംരക്ഷണം നൽകുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. മുൻപിലും പിറകിലും അവിടുന്ന് എനിക്ക് സംരക്ഷണം നൽകുന്നു, അവിടുത്തെ ശക്തമായ കരം നമ്മുടെ മേലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നെ നയിക്കുവാനായിട്ട് എൻ്റെ മുൻപിലും, എന്നെ പ്രചോദിപ്പിക്കുവാനായിട്ട് എൻ്റെ പിൻപിലും. നമ്മൾ കാണാറുണ്ടല്ലോ, കൊച്ചു കുട്ടികൾ നടക്കുമ്പോൾ ഒന്ന് കൈക്ക് പിടിച്ച് മുന്നാലെ നടക്കുന്നത്. ജെറുസലം വചനക്കൂടാരത്തിലെ ബൈബിൾ ഗ്രാമിലെ പുതിയതായി വന്ന കുഞ്ഞുമക്കളുടെ മുൻപിൽ നിന്നുകൊണ്ട്
കൊച്ചു ഒരു കുഞ്ഞിൻ്റെ കൈക്ക് പിടിച്ചങ്ങോട്ട് മുന്നോട്ട് നയിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ കുഞ്ഞുങ്ങളെല്ലാവരും അണിനിരക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മുൻപിൽ നിൽക്കുന്നത് നയിക്കാൻ വേണ്ടിയിട്ടാണ്, പിൻപിൽ നിൽക്കുന്നതോ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും സമയത്ത് തളർന്നു വീണാൽ, ക്ഷീണിച്ചു പോയാൽ സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വീണ്ടും ആ അണിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ. ആദ്യകാലങ്ങളിൽ സായങ്കാലങ്ങളിൽ ജെറുസലേം വചന കൂടാരത്തിൻ്റെ പാടശേഖരങ്ങളിൽ കണ്ണു നട്ടിരിക്കുക എനിക്ക് വളരെ ഇമ്പകരമായിരുന്നു. ചിലപ്പോൾ ചില പക്ഷികൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി പറക്കുന്നത് കാണാൻ. അതിലെ ഒരു പക്ഷി മുന്നിൽ നിൽക്കും, ബാക്കി എല്ലാവരും പ്രത്യേകമായി ക്രമീകൃതമായിരിക്കുന്ന ഒരു അറേഞ്ച്മെന്റിൽ അങ്ങനെ പറക്കുന്നത് കാണാൻ എനിക്ക് കൊതിയ. അവരുടെ ആ സഹകരണവും അവരുടെ ആ ഒത്തൊരുമയും കണ്ടിങ്ങനെ നിൽക്കാറുണ്ട്. മുന്നിൽ പറക്കുന്ന പക്ഷിയുടെ ആ തീഷ്ണതയും അതിൻ്റെ ശക്തിയും അനുസരിച്ചിട്ടാണ് പിന്നിൽ അണിചേർന്നിരിക്കുന്ന ഓരോ പക്ഷികളും പറക്കുന്നത്. എന്ന് പറഞ്ഞാൽ നേതൃത്വം നൽകുന്നവൻ തീഷ്ണതയോടെയും ഔദാര്യത്തോടും ഉത്സാഹത്തോടും കൂടി നേതൃത്വം നൽകുമ്പോഴാണ് അതിലെ പിന്നണികളെല്ലാം ഒരുപോലെ കടന്നു വരാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും, ദുഃഖങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, തിന്മയുടെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും, ദൈവമായ കർത്താവ് പറയുന്നു, നിന്നെ നയിക്കാൻ നിന്റെ മുൻപിൽ ഞാനുണ്ടല്ലോ. നിനക്കൊരു തകർച്ച വരുമ്പോൾ, നിനക്കൊരു ക്ഷീണം വരുമ്പോൾ, ഒരു പ്രലോഭനം വരുമ്പോൾ നിന്നെ കൈപിടിച്ച് നടത്തുക മാത്രമല്ല, പിന്നിൽ നിന്നുകൊണ്ട് നിന്നെ പ്രചോദിപ്പിച്ച് മുൻനിരയിലേക്ക്, മുഖ്യധാരയിലേക്ക് വരാനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. മകളെ, കരിക്കട്ട പോലുള്ള ജീവിതത്തെ തീക്കട്ടയാക്കി മാറ്റാൻ കർത്താവിന് സാധിക്കും. വളരെ മന്ദതയിൽ കടന്നു നീങ്ങുന്ന ജീവിതത്തെ ജാഗ്രതയോടെ കൊണ്ടുപോകാൻ ദൈവത്തിന് സാധിക്കും. കാരണം ദൈവമായ കർത്താവ് വിജയകരമായ അവിടുത്തെ വലത് കൈകൊണ്ട് നമ്മുടെ ഓരോരുത്തരെയും കരങ്ങൾ പിടിച്ച് നമ്മോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട, ഇത് ഞാനാണ്. എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി പിടിക്കും. ഞാൻ നിന്നെ സുനിശ്ചിതമായി ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കും. തിരുസഭയുടെ ചരിത്രത്തിൽ അനേകം വിശുദ്ധരുടെ ജീവചരിത്രങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ചില വ്യക്തിത്വങ്ങൾ കൊണ്ടുവരികയാണ്. വിശുദ്ധനായ അഗസ്തീനോസ് 33 വർഷക്കാലം ദൈവം ആരാണ്, ദൈവത്തിന്റെ സ്നേഹം എന്താണ്, ദൈവകൽപ്പന എന്താണ്, സദാചാര മൂല്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാത്ത ഒരു യുവാവായിരുന്നു. ദൈവനിന്ദയും സഭാനിന്ദയുമുള്ള കാര്യങ്ങളിൽ പ്രവേശിക്കുക ആനന്ദകരമായിരുന്നു. പ്രേത പിശാചുക്കളുടെ പ്രസാദിപ്പിക്കുന്ന കല ആവിഷ്കാരങ്ങൾ കണ്ട് ആനന്ദിക്കുക പതിവ് സ്വഭാവമായിരുന്നു. എന്നാൽ വിശുദ്ധനായ അംബ്രോസിന്റെ വചന പ്രഘോഷണം കേട്ട് മാനസാന്തരപ്പെട്ട അഗസ്തീനോസ്, ദൈവത്തിലേക്ക് തിരിഞ്ഞ അഗസ്തീനോസ് പിന്നീട് ഒരിക്കലും ആ പാപത്തിന്റെ മേഖലകളിലേക്ക് പോയിട്ടില്ല, ജഡമോഹങ്ങൾക്ക് പോയിട്ടില്ല, മദ്യലഹരിയിലേക്ക് പോയിട്ടില്ല. കാരണം ദൈവം അവനെ പിടികൂടി, അവന്റെ മുൻപിലൂടെ നടന്ന് അവനെ നയിക്കുകയും പിൻപിലൂടെ നടന്ന് അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇന്ന് തിരുസഭയിലെ വേദപാരംഗതനായിരിക്കുന്ന വിശുദ്ധനായി മാറിയില്ലേ? ദൈവം നമ്മുടെ മുമ്പിൽ നിന്ന് നയിക്കുമ്പോൾ ഏതെല്ലാം അശുദ്ധിയാണെങ്കിലും ഏതെങ്കിലും തിന്മയാണെങ്കിലും
കരിക്കട്ട പോലുള്ള ജീവിതത്തെ തീക്കട്ടയാക്കി മാറ്റാൻ നമ്മുടെ പൊന്നു തമ്പുരാന് സാധിക്കും എന്നുള്ള ഒരു സാക്ഷ്യമാണ് ഈ കേട്ടത്. വീണ്ടും നാം കാണുന്നു തിരുസഭയിലെ വലിയ വിശുദ്ധൻ, രണ്ടാമത്തെ ക്രിസ്തു എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് അസീസി പുണ്യവാൻ. തൻ്റെ യൗവനകാലമുണ്ട്. ഓരോ വിശുദ്ധനും ഒരു പഴയ ജീവിതമുണ്ട് പ്രിയപ്പെട്ടവരെ. മാനസാന്തരപ്പെട്ട പാപികളുടെ ഒരു വലിയ ഹോസ്പിറ്റലാണ് കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ യൗവനത്തിൽ സമ്പത്തും സമയവും ദൂർത്തടിച്ച് അങ്ങനെ തൻ്റെ ഇഷ്ടമനുസരിച്ച് നടന്ന ഒരു യൗവന കാലഘട്ടം ഫ്രാൻസിസ് അസീസിക്ക് ഉണ്ടായിരുന്നു. വീട്ടിൽ പോലും പോകാതെ കയറാതെ സുഖലോലുപതയിൽ പാട്ടും അതുപോലെ തന്നെയുള്ള മേളങ്ങളുമായി നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ യേശു മുൻപിൽ നിന്ന് നയിച്ചപ്പോൾ, പിൻപിൽ നിന്ന് പ്രോത്സാഹിപ്പിച്ചപ്പോൾ, പാപങ്ങൾ ക്ഷമിച്ച് ദൈവത്തിന്റെ വഴിയിലൂടെ കടന്നു നീങ്ങിയപ്പോൾ തൻ്റെ ധൂർത്തടിച്ച സമയം, തൻ്റെ ധൂർത്തടിച്ച ആരോഗ്യം ആത്മസംയമനത്തിലൂടെ, വലിയ വിശുദ്ധീകരണത്തിലൂടെ യേശുവിന്റെ പിന്നാലെ നടന്ന് രണ്ടാമത്തെ ക്രിസ്തു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു മഹാവിശുദ്ധനായി തീർന്നു. കരിക്കട്ട പോലെയുള്ള ജീവിതങ്ങളെ തീക്കട്ടയാക്കി മാറ്റാൻ ദൈവം നമ്മുടെ മുൻപിൽ നിൽക്കുകയും നമ്മെ സംരക്ഷിക്കുകയും നമ്മെ പരിപാലിക്കുകയും ചെയ്യുമ്പോൾ സാധിക്കുമെന്നാണ് വിശുദ്ധമായ ചരിത്രത്തിലൂടെ തിരുസഭ മാതാവ് നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ആരംഭകാലത്ത് ഈശോയെ അറിയുന്നത് വരെ അരയിൽ കടാരം വെച്ച് നടന്നവരാണ്. എന്ന് പറഞ്ഞാൽ പ്രതികാരത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒരു പ്രതീകമായിരുന്നു. വാൾഫൈറ്റിലും കുതിര സവാരിയിലും വളരെയേറെ താല്പര്യമുള്ള ഒരു പട്ടാള ക്യാപ്റ്റനായിരുന്നു ഇഗ്നേഷ്യസ് ലയോള. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടിയ നിമിഷം മുതൽ പ്രതികാരത്തിന്റെ മുനകൾ അടർന്നു വീണു. ദേഷ്യവും പ്രതികാരവും മനസ്സിൽ നിന്ന് എടുത്തുമാറ്റി അങ്ങനെ ശാന്തതയുടെയും അനേക മക്കളെ ദൈവത്തിലേക്ക് നയിക്കുന്ന സന്യാസാസഭ സ്ഥാപനത്തിൻ്റെയും സ്ഥാപക പിതാവായി മാറുവാനായിട്ട് ഇഗ്നേഷ്യസ് ലയോളയെ കർത്താവ് തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, കരിക്കട്ട പോലെയുള്ള ജീവിതങ്ങളെ തീക്കട്ടയാക്കി മാറ്റാൻ, അശുദ്ധി നിറഞ്ഞ ജീവിതങ്ങളെ വിശുദ്ധിയുടെ സോപാനത്തിൽ കൊണ്ടുപോകാൻ ദൈവം നമ്മെ നയിച്ചാൽ നമുക്ക് സാധിക്കുമെന്ന് അവരുടെ ജീവിതങ്ങളിൽ മുഴുവൻ നമ്മൾ കണ്ടെത്തുന്നത് അവർ അനുതാപം കൊണ്ട് മുഴുകി, അനുതാപത്തിന്റെ കണ്ണുനീർ പൊഴിച്ചു, പശ്ചാത്താപത്തിന്റെയും പരിഹാരത്തിന്റെയും ജീവിതം നയിച്ചു. മണിക്കൂറുകളോളം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ലോകസുഖങ്ങളിൽ അവരെ വിടർത്തി. അവർ മാനസാന്തരപ്പെട്ടു. 30 മേനിയല്ല, 60 മേനിയല്ല, 100 മേനി വിളവ് നൽകുവാൻ തക്കവണ്ണത്തിൽ, 100 മേനി വിളവ് നൽകുവാൻ തക്കവണ്ണത്തിൽ ദൈവം അവരെ വളർത്തി ഉയർത്തി. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയ്ക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു പാപവുമില്ല. ഈശോയുടെ രക്തത്തിന് കഴുകാൻ പറ്റാത്ത ഒരു പാപക്കറയുമില്ല. പിശാച് പറയുന്നത് ദൈവം നിന്നോട് ക്ഷമിക്കുകയില്ല, ദൈവം നിന്നെ രക്ഷിക്കുകയില്ല. പിശാച് നുണയനും നുണയന്റെ പിതാവുമാണ്. അവനുമായിട്ട് ഒരു സമ്പർക്കത്തിൽ ഏർപ്പെട്ടാൽ, ഒരു കോൺവെർസേഷന് പോയാൽ അവൻ നമ്മെ തിന്മയിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഏത് പാപിക്കും
ഏത് കഠിന ഭാവിക്കും രക്ഷ പ്രാപിക്കാമെന്ന് മാനസാന്തരപ്പെട്ട ഓരോ വിശുദ്ധന്മാരും നമുക്ക് സന്ദേശം നൽകുന്നുണ്ട്. അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് ഓരോ വ്യക്തിക്കും വളരാൻ, ഉയരാൻ സാധിക്കും. ഇപ്പോൾ ഷാലോം ടിവിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന പലരുടെ മനസ്സിൽ ദുഃഖങ്ങളുണ്ടാകാം. എനിക്കതൊക്കെ സാധിക്കുമോ? എനിക്ക് ഇതുപോലെ നടന്നു നീക്കാൻ സാധിക്കുമോ? സാധിക്കുമെന്നാണ് ദൈവമായ കർത്താവിനോട് പറയുന്നത്. ഏതാനും നാളുകൾക്ക് മുമ്പ് യെരൂശലേം വചന കൂടാരത്തിൽ ഒരു സന്ധ്യാവേളയിൽ മുടി മുഴുവൻ ചപ്പറയാക്കി, മുഖത്ത് മുഴുവൻ നിരാശയും ഹൃദയം നിറയെ ഭാരവുമാറിക്കൊണ്ട് ഒരു യുവസുഹൃത്ത് ഇവിടെ വരികയുണ്ടായി. ഞാൻ അവനെ ചേർത്ത് പിടിച്ച് അവനോട് ചോദിച്ചു, എന്ത് പറ്റി മോനെ? അവൻ പറഞ്ഞു, എല്ലാം തകർന്നു ഫാദർ, എല്ലാം തകർന്നു. ഒത്തിരിയേറെ സ്വപ്നങ്ങളുമായിട്ടാണ് ജീവിതത്തിൽ കടന്നു വന്നത്. ജീവിതത്തിന് രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ സാധിക്കാതെ നിരാശയും കുറ്റബോധവുമായി കടന്നു പോകുന്ന സമയത്ത് ധാരാളം കൂട്ടുകാരെ കണ്ടുമുട്ടി. അവർ പലതും ഉപദേശിച്ചു തന്നു. അതിലൂടെ തിന്മയുടെ വഴിയിലേക്ക് കടന്നുപോയി. ഒന്നാം പ്രമാണത്തിനെതിരായി പാപം ചെയ്തു. പല പല തിന്മയുടെ മേഖലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾ ഞാൻ അടിമയായി. തെറ്റായ സ്നേഹബന്ധത്തിൽപ്പെട്ടു. എൻ്റെ ജീവിതം, എൻ്റെ സമയം, എൻ്റെ ആരോഗ്യം മുഴുവൻ നഷ്ടപ്പെട്ടു. ഇനി ഒരിക്കലും എനിക്ക് പണ്ടത്തെ പോലെയാകാൻ പറ്റില്ല ഫാദർ. ഞാൻ അവനെ സാവധാനം ഒരു കസേര നീട്ടി ഇട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവൻ ഒരു വലിയ കുമ്പസാരത്തിന് തയ്യാറായി. അവൻ്റെ പാപങ്ങൾ ഓരോന്നും ഏറ്റു പറയാൻ തുടങ്ങി. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ആ ചെറുപ്പക്കാരൻ്റെ കണ്ണുനീർ കണങ്ങൾ അവിടെ വീഴുന്നത് എൻ്റെ കണ്ണാലെ ഞാൻ നോക്കി നിന്നു. എൻ്റെ ഹൃദയം തേങ്ങി. തട്ടിയിട്ട് പറഞ്ഞു, യുവാവേ ഉണരുക, യുവാവേ എഴുന്നേൽക്കുക. ദുർദിനങ്ങളും കരിന്ദിനങ്ങളും നിന്റെ ജീവിതത്തിൽ ആരംഭിക്കുന്നതിനേക്കാൾ മുൻപ് ഈ യൗവനത്തിൽ തന്നെ നീ കർത്താവിനെ സ്തുതിക്കുക, ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക. ഇന്നെനിക്ക് ആ ചെറുപ്പക്കാരനെ അറിയാം. ഓരോ വെള്ളിയാഴ്ച തോറും 10,000 ഇടയിൽ നിന്ന് കരങ്ങൾ ഉയർത്തുമ്പോൾ അവൻ്റെ സ്വരം എനിക്ക് കേൾക്കാം. ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും അവൻ്റെ ഹൃദയത്തിൻ്റെ ഭാവവും അൾത്താരിൽ നിൽക്കുന്ന അച്ഛന്മാർ പലപ്പോഴും അത്ഭുതത്തോടെയാണ് നോക്കി നിൽക്കുന്നത്. യെശയ്യായുടെ പുസ്തകം 30-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റേതല്ലാത്ത പദ്ധതികൾ നീ നടപ്പിലാക്കുകയും എനിക്ക് അഹിതകരമായ സഖ്യത്തിൽ നീ ഉണ്ടാക്കുകയും ചെയ്ത് പാപം കുന്നുകൂടിയ അനുസരണമില്ലാത്ത സന്തതികൾക്ക് ദുരിതം. ഈ വചനമാണ് അവനെ മാനസാന്തരപ്പെടുത്തിയത്. യെശയ്യായുടെ പുസ്തകം 30-ാം അധ്യായം 1-ാം വാക്യം. അവനോട് ഞാൻ പറഞ്ഞു, മോനെ കർത്താവ് അരുളി ചെയ്യുന്നു. യെശയ്യായുടെ പുസ്തകം 30-ാം അധ്യായം 1-ാം വാക്യം. ബൈബിൾ തുറന്ന് ആദ്യമായി അവൻ വായിക്കുകയാണ്. അതിൽ പ്രകാരം എഴുതി വച്ചിരിക്കുന്നു, എൻ്റേതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും എനിക്ക് അഹിതമായ സഖ്യം ഉണ്ടാക്കുകയും ചെയ്ത് പാപം കുന്നുകൂടിയ അനുസരണമില്ലാത്ത സന്തതികൾക്ക് ദുരിതം. ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാൻ യേശുവിന് സാധിക്കും. അവിടത്തേക്ക് മാത്രമേ സാധിക്കൂ. എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ആ കുരിശിലേറി മരിച്ച ആ കർത്താവ് പറയുന്നു, നിന്റെ ശരീരത്തിൽ നിന്ന് അശുദ്ധി വിട്ടുപോകാൻ, നിന്റെ മനസ്സിൽ നിന്ന് മുറിവുകൾ എടുത്തു മാറ്റാൻ, നിന്റെ അവികലമായ ജീവിതത്തെ വിശുദ്ധമാക്കി തീർക്കാൻ, മോനെ ഞാൻ നിന്റെ കൂടെയുണ്ട്. അവൻ ആ മുട്ടുകുത്തിയ മകൻ, അവൻ അവിടെ താഴെ മുട്ടുകുത്തി ശിരസ് നമിച്ച്
സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് അവൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഞാനും അവൻ്റെ അടുത്ത് അല്പസമയം മുട്ടുകുത്തി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തോളിൽ തട്ടി അവൻ എഴുന്നേൽപ്പിച്ചു. അവൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ട്, ഈ സ്ഥലം പരിശുദ്ധമാണ്, എനിക്ക് ഒരു പുനർജന്മം നൽകാൻ, ഒരു പുതുജീവിതം നൽകാൻ ഈ സ്ഥലത്തെ ദൈവം തിരഞ്ഞെടുത്തതിനോർത്ത് നന്ദി പറയുന്നു. സാവൂളിനെ പൗലോസാക്കി മാറ്റിയതുപോലെ ക്രിസ്ത്യാനികളെ കൊല്ലുവാനായിട്ട് കച്ചിട്ട് വാങ്ങിയ സാവൂൾ ഡമാസ്കസിന്റെ വഴിയാത്രയിൽ വെച്ച് യേശു പിടികൂടി, അവനെ തട്ടിയിട്ടു. അനനയാസിന്റെ പക്കലേക്ക് പോയി അവനെ അഭിഷേകം ചെയ്തു. വിജാതിയുടെ അപ്പസ്തോലനായി മാറിയതുപോലെ ഈ ചെറുപ്പക്കാരൻ ഇന്ന് ഓരോ വെള്ളിയാഴ്ച തോറും അനേകം മക്കളെ ദൈവസന്നിധിയിലേക്ക്, അനേകം കുടുംബങ്ങളെ ഇടവക ദൈവാലയത്തിലേക്ക്, അനേകം മക്കളെ വിവിധങ്ങളായ ധ്യാനമന്ദിരത്തിൽ കൊണ്ടുപോകുന്ന കർത്താവിൻ്റെ ഒരു ശുശ്രൂഷകനായി കർത്താവ് മാറ്റിയെടുത്തു. ഒരു കരിങ്കട്ടയായിരുന്ന മകൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ ദൈവം സ്പർശിച്ചപ്പോൾ, ദൈവം മുന്നിൽ വന്നപ്പോൾ, ദൈവം പറഞ്ഞതനുസരിക്കാൻ തയ്യാറായപ്പോൾ ഒരു പുതിയ ജീവിത യാത്ര ദൈവമായ കർത്താവ് അവന് നൽകി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനിയാകുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ് അർത്ഥം. പാപത്തിന് മരിച്ച് യേശുവിൽ ഉണർത്തെഴുന്നേൽക്കുക. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു പല വിശുദ്ധന്മാർക്കും. ശത്രുവിന്റെ കരത്തിൽ നിന്ന് രക്ഷപ്രാപിക്കാമായിരുന്നു പല രക്തസാക്ഷികൾക്കും. എന്നാൽ അവർ അത് രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല. കുർബാനയും വചനവും ജപമാലയും കരങ്ങളിൽ ഏന്തി അവർ പ്രാർത്ഥിച്ചത് ശരീരത്തിന് സുസ്ഥിതി ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളതല്ല, ആത്മാവിന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരീരത്തിന്റെ സുസ്ഥിതിയും സന്തോഷവുമാണ് അവർ തേടിയിരുന്നുവെങ്കിൽ ഒരു വാക്ക് മതിയായിരുന്നു. യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ ജീവൻ കിട്ടും, ജീവിതം കിട്ടും. എന്നാൽ വിശുദ്ധന്മാർ ആത്മാവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൈകളിൽ ജപമാല ഏന്തി ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ പോയി വചനം എടുത്തു വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇന്നു ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു രക്ഷിക്കും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ മരണത്തിലേക്ക് പോകുമ്പോൾ, നീ രോഗത്തിന് അടിമയായി തീരുമ്പോൾ, നിനക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ, നിന്റെ ഹൃദയത്തിൽ തിന്മയുടെ വലിയ വലിയ കുന്നുകൾ കുന്നുകൂടുമ്പോൾ ദൈവമായ കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇന്ന് ഈ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന മക്കളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, എത്രയോ അപകട മേഖലയിൽ നിന്നാണ് ദൈവം നമ്മെ കാത്തു രക്ഷിച്ചത്? എത്ര വലിയ ദുരന്തങ്ങളിൽ നിന്നാണ് എന്നെ കാത്തു രക്ഷിച്ചത്? ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ് അപകടത്തിൽ നിന്ന്, കാറിൽ യാത്ര ചെയ്യുമ്പോൾ കാർ അപകടത്തിൽ നിന്ന്. കഴിയുന്നാൽ ഒരു ദിവസം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറോട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷ 3 പ്രാവശ്യം തകിടം പറഞ്ഞു ഫാദർ, എങ്കിലും എൻ്റെ ദൈവമായ കർത്താവ് എന്നെ കാത്തു രക്ഷിച്ചു. എൻ്റെ ദൈവമായ കർത്താവ് കാത്തു രക്ഷിച്ചു. വഴി യാത്രകളിൽ എനിക്ക് കാവൽ നിൽക്കുന്നൊരു കർത്താവുണ്ട്. വഴിയാത്രയിൽ കാവൽ മാലാഖമാരെ നിർത്തുന്ന ഒരു ദൈവമാണ് പറയുന്നത്. വചനം പറയുന്നു, നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിൽ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലകൾ ഒടിക്കുകയും ചെയ്യുന്നവനാണ് കർത്താവ്. ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി, നിത്യരക്ഷയെ പ്രതിയുള്ള താല്പര്യത്തെ പ്രതി,
ആത്മാക്കളോടുള്ള സ്നേഹത്തെ പ്രതി യേശുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കാലഘട്ടം വരെയും എന്നെ നയിച്ച ദൈവത്തിൻ്റെ ആത്മാവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. എൻ്റെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും, എൻ്റെ പ്രലോഭനങ്ങളിലും, എൻ്റെ പ്രശസ്തിയിലും എൻ്റെ കൂടെ നടക്കുന്ന കർത്താവേ, നിന്നെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈശോ, മറിയം, യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.